ഹലോ സ്റ്റുഡൻസ്, നമുക്ക് മക്മഹോൺ രേഖയെ പറ്റി 5 മിനിറ്റ് കൊണ്ട് പഠിക്കാം. 5 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാം. എവിടെ സ്ഥിതി ചെയ്യുന്നു? മക്മഹോൺ രേഖ കിഴക്കൻ ഹിമാലയത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. അപ്പൊ മക്മഹോൺ രേഖ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മക്മഹോൺ രേഖ കിഴക്കൻ ഹിമാലയം, ഈ ഭാഗം കിഴക്കൻ ഹിമാലയത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിനെ ടിബറ്റിൽ നിന്ന് വേർതിരിക്കുന്നു. നമ്മുടെ അരുണാചൽ പ്രദേശിനെ, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിനെ ടിബറ്റിൽ നിന്ന് വേർതിരിക്കുന്നു. ടിബറ്റ് ചൈന നിയന്ത്രിക്കുന്ന പ്രദേശമാണ്. ടിബറ്റ് ഇന്ത്യയും നേപ്പാളും ഭൂട്ടാനും മ്യാൻമാറും ഒക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. പക്ഷെ ടിബറ്റിന്റെ ഭരണം ചൈനയുടെ കയ്യിലാണ്. അപ്പം ടിബറ്റ് സ്വതന്ത്ര രാഷ്ട്രമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം ടിബറ്റിന്റെ പൂർണ്ണമായ ഭരണം ചൈനയുടെ കയ്യിലാണ്. ചൈന നിയന്ത്രിക്കുന്ന സ്വയംഭരണം, അതായത് ചൈനയുടെ സ്വയംഭരണ പ്രദേശമാണ് ടിബറ്റ്. അപ്പൊ അരുണാചൽ പ്രദേശിൽ നിന്ന് ടിബറ്റിനെ വേർതിരിക്കുന്നത് ഈ മക്മഹോൺ രേഖയാണ്. ഇത് ഏഷ്യയിലെ ഏറ്റവും തർക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ഒന്നാണ്. അതിന് കാരണം നമുക്ക് പറയാം. അടുത്ത സ്ലൈഡിൽ ഞാൻ പറയുന്നതാണ്, ശ്രദ്ധിക്കുക. മക്മഹോൺ രേഖ വരയ്ക്കാനുള്ള കാരണം നിങ്ങൾ അറിയണം. 1914 ഈ രേഖ വരച്ചത്. ഈ രേഖ വരച്ചത് സിംല കൺവെൻഷനിൽ വെച്ചാണ്, കരാറല്ല. സിംല കരാറ് 1972 ഇത് സിംല കൺവെൻഷൻ. ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുത്തത്? ഇന്ത്യ, ടിബറ്റ്, ചൈന. ഈ 3 രാജ്യങ്ങളാണ് സിംല കൺവെൻഷനിൽ പങ്കെടുത്തത്. ഈ 3 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഈ രേഖ വരയ്ക്കാൻ കാരണമാകുന്നത് സിംല കൺവെൻഷൻ ആണ്. അപ്പൊ ആ കൺവെൻഷനിൽ വെച്ചാണ് ഈ രേഖ വരയ്ക്കുന്നത്. കാരണം ആ കൺവെൻഷനിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച സർ ഹെൻറി മക്മഹോൺ ആണ് ഈ രേഖ വരയ്ക്കണമെന്ന് അഭിപ്രായപ്പെട്ടത്. ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സർ ഹെൻറി മക്മഹോൺ ഇതിൽ പങ്കെടുത്തു, സിംല കൺവെൻഷനിൽ. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ രേഖ വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഈ രേഖയെ മക്മഹോൺ രേഖ എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഈ രേഖ വരച്ചത് എന്തിനാ? ഇന്ത്യ ടിബറ്റ് അതിർത്തി സമാധാനപരമായി പരിഹരിക്കുക. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങള് ടിബറ്റ് ചൈനയുടെ കീഴിലാണ്. ചൈനയാണ് നിയന്ത്രിക്കുന്നത്. ഇന്ത്യ ടിബറ്റ് സ്വയംഭരണ പ്രദേശമാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഇപ്പം ചൈന നിയന്ത്രിക്കുന്നുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങള് സമാധാനപരമായി പരിഹരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അപ്പം അതിർത്തിയിൽ സമാധാനം നിലനിർത്തുക. അപ്പൊ ഇതിൽ ടിബറ്റ് ഒപ്പിട്ടു. ടിബറ്റ് ഈ കരാറിൽ, സിംല കൺവെൻഷനിൽ ഒപ്പിട്ടു. പക്ഷെ ചൈനീസ് പ്രതിനിധികൾ ഇത് വിസമ്മതിച്ചു. ടിബറ്റ് ഓക്കെ പറഞ്ഞു, ഇന്ത്യ ഓക്കെ പറഞ്ഞു, ചൈന ഓക്കെ പറഞ്ഞില്ല. ചൈനീസ് പ്രതിനിധികൾ വിസമ്മതിച്ചു. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യ ഇത് സീരിയസ് ആയി എടുത്തു. ഇന്ത്യ 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഈ അതിർത്തി അംഗീകരിച്ചു. ഇങ്ങനെ ഒരു അതിർത്തി ഉണ്ട്. ഇന്ത്യ ഈ രേഖയെ ഔദ്യോഗിക കിഴക്കൻ അതിർത്തിയായി കണക്കാക്കി. പക്ഷേ ചൈന ഇത് അംഗീകരിക്കുന്ന ഇല്ല. അതാണ് പ്രശ്നം. ഇന്ത്യൻ വീക്ഷണകോണിൽ മക്മഹോൺ രേഖ ഒരു നിയമപരമായ അതിർത്തിയാണ്. ടിബറ്റുമായിട്ട് ചർച്ച ചെയ്ത് സിംല കൺവെൻഷനിൽ അംഗീകരിച്ചതാണ്. ആ സമയത്ത് ടിബറ്റ് സ്വതന്ത്ര രാജ്യമാണ്, സ്വയംഭരണമായിരുന്നു, ചൈനയുടെ കീഴിലല്ലായിരുന്നു. അപ്പൊ ടിബറ്റ് അംഗീകരിച്ചു, ഇന്ത്യ അംഗീകരിച്ചു. ഇന്ത്യ പറഞ്ഞു ഓക്കെ, ഇന്ത്യ സീരിയസ് ആയിട്ട് അംഗീകരിച്ചു. ഇങ്ങനെ രേഖ ഉണ്ട്. ഇന്ത്യയുടെ സംസ്ഥാനമായ അരുണാചൽ പ്രദേശ് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. സ്വന്തം ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യന്റെ അതിർത്തികളൊക്കെ ഇന്ത്യ പാരമ്പര്യമായി അംഗീകരിക്കും. താൽക്കാലിക അതിർത്തികളായിട്ട് ഇന്ത്യ കണക്കാക്കില്ല. എന്നാൽ ഈ രേഖയുടെ തെക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങൾ ഇന്ത്യ ഫലപ്രദമായി ഭരിക്കുന്നുണ്ട്. അതായത് ഈ രേഖയുടെ തെക്ക് ഭാഗത്താണ്
മക്മോഹൻ രേഖയുടെ മക്മഹോൺ രേഖയുടെ തെക്ക് ഭാഗത്താണ് അരുണാചൽ പ്രദേശ്. അപ്പോൾ അവിടെ ഇന്ത്യയുടെ സിവിൽ ഭരണകൂടവും തിരഞ്ഞെടുപ്പുകളും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഇന്ത്യ ഇവിടെ ഭരിക്കുന്നുണ്ട്. പക്ഷെ ചൈന ഇതിനെ വീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ചൈന പറയുന്നത് അരുണാചൽ പ്രദേശ് ചൈനയുടെ കീഴിൽ വരുന്നതാണ് എന്നാണ്. അപ്പം ടിബറ്റ് ഉടമ്പടിയിൽ അന്ന് ഒപ്പിട്ടിട്ടുണ്ട്. കാരണം ടിബറ്റ് അന്ന് സ്വതന്ത്ര ഭരണ പ്രദേശമാണ്. പക്ഷെ ടിബറ്റ് ഉടമ്പടികൾ ഒപ്പിടാൻ ടിബറ്റിന് ഇപ്പൊ അധികാരം ഇല്ല എന്നാണ് ചൈന പറയുന്നത്. കാരണം ചൈന ടിബറ്റിന്റെ നിയന്ത്രണം മുഴുവൻ ഇപ്പൊ ആരുടെ കീഴിലാണ്? ചൈനയുടെ കീഴിലാണ്. അതിനാൽ ചൈന ഈ രേഖ അസാധുവായിട്ട് എന്ത് ചെയ്യുന്നു? കണക്കാക്കുന്നു. ഇതാണ് എന്തിന് കാരണം? അതിർത്തിയിലെ തർക്കങ്ങൾക്ക്, അതായത് ഇന്ത്യ ടിബറ്റൻ അതിർത്തിയിലെ തർക്കങ്ങൾക്ക് കാരണം. ഇപ്പൊ ചൈനയുടെ എതിർപ്പുകൾ നോക്കാം. ചൈന പറയുന്നത് ഈ മക്മഹോൺ രേഖ, അതായത് മക്മഹോൺ രേഖയിലെ അരുണാചൽ പ്രദേശ് ഞങ്ങളെ ഭാഗമാണ്, ഇന്ത്യൻ്റെതല്ല, അത് ദക്ഷിണ ടിബറ്റിന്റെ ഭാഗമാണ് എന്നാണ് ചൈന പറയുന്നത്. അപ്പൊ ഇത് അരുണാചൽ പ്രദേശ് ഞങ്ങൾക്ക് വേണം, ചരിത്രപരമായും സാംസ്കാരികവുമായ ബന്ധങ്ങൾ ഞങ്ങൾക്കാണുള്ളത്, ഇന്ത്യയേക്കാൾ കൂടുതൽ ബന്ധം ചൈനയ്ക്കാണുള്ളത് എന്നാണ് ചൈന പറയുന്നത്. പിന്നെ സിംല കൺവെൻഷനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് അന്യായമായി അടിച്ചേൽപ്പിച്ചതാണ്. ഈ അതിർത്തി, അതായത് മക്മഹോൺ ലൈനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് ചൈന പറയുന്നു. അപ്പം ചൈനയുടെ തന്ത്രപ്രധാനമായ ആശയങ്ങൾ ചൈനയുടെ നിലപാടുകളെ സ്വാധീനിക്കുന്നു. അപ്പൊ ചൈന പറയുന്നത് ഈ ഭാഗത്തെ തവാങ് മേഖല മതപരവും സൈനികവുമായ പ്രാധാന്യമുള്ളതാണ് ചൈനയ്ക്ക്. അപ്പം ഈ ചൈനയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഈ പ്രദേശത്തെ തെക്ക് ഭാഗത്തുള്ള തവാങ് മേഖല. അതുകൊണ്ട് ഈ പ്രദേശം അരുണാചൽ പ്രദേശിന്റെ ഭാഗം ഞങ്ങളുടേതാണെന്ന് ചൈന പറയുന്നു. അപ്പൊ ചൈന അരുണാചൽ പ്രദേശ്, മക്മഹോൺ രേഖയിലുള്ള അരുണാചൽ പ്രദേശ് ഇന്ത്യയുടേതല്ല, ഞങ്ങളേതാണെന്നാണ് ചൈന പറയുന്നത്. പക്ഷെ ഇന്ത്യ അതിനെ എതിർക്കുന്നു. അപ്പം ചില അവസരങ്ങളിൽ അരുണാചൽ പ്രദേശിന്റെ സ്ഥലങ്ങളുടെ പേര് ചൈന പ്രതീകാത്മകമായി മാറ്റാറും ഉണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ രേഖയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട്. കാരണം ഇന്ത്യയുടെ വടക്കുകിഴക്കൻ അതിർത്തിയെ സംരക്ഷിക്കുന്നത് ഈ രേഖയാണ്, അത് മക്മഹോൺ രേഖയാണ്. ഈ ഭാഗത്ത് പർവ്വത പ്രദേശമായതിനാൽ എത്തിപ്പെടാൻ പ്രയാസമായ ഭൂപ്രകൃതിയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് നല്ല സംരക്ഷണം കിട്ടുന്നുണ്ട്. ഈ പ്രദേശത്തിന് മേലുള്ള നിയന്ത്രണം ഇന്ത്യയുടെ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. അതിർത്തികൾക്കടുത്തുള്ള നീക്കങ്ങൾ നിരീക്ഷിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. റോഡുകളും വ്യോമത്താവളങ്ങളും കണക്ടിവിറ്റിയും പ്രതിരോധ സന്നദ്ധയും ഇന്ത്യക്ക് ഇത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയ്ക്ക് പ്രതീകാത്മകവും തന്ത്രപരവുമായ അർത്ഥവും ഉണ്ട്. പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി പ്രശ്നങ്ങളുണ്ട്. രണ്ട് രാജ്യങ്ങളും അവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അരുണാചൽ പ്രദേശ് ഇപ്പോഴും ചൈനയുടെ ഭാഗമാണെന്ന് ചൈന അഭിപ്രായപ്പെടുന്നത് കൊണ്ട് അവിടെ എപ്പോഴും പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. സംഘർഷം രൂക്ഷമാകുന്നത് തടയുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ PSC വീഡിയോകൾ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.